എല്ലാവർക്കും നമസ്കാരം. PT അസ്ട്രോളജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജഗന്നാഥഹോരയിലെ മാന്തി സ്ഫുടത്തെ കുറിച്ചാണ്. ഞാൻ ജഗന്നാഥഹോര ഓപ്പൺ ചെയ്യുകയാണ്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പരാതിയാണ് ജഗന്നാഥഹോരയിലെ മാന്തി സ്ഫുടം ശരിയില്ല, അത് മറ്റുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലെ മാന്തി സ്ഫുടവുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ള പരാതി. അതെങ്ങനെ നമ്മൾക്ക് പരിഹരിക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എടുക്കുകയാണ്, ജഗന്നാഥഹോര ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇന്നൊരു ഡേറ്റ്, ഞാൻ ഈ വീഡിയോ നിർമ്മിക്കുന്നത് 2022 ഏപ്രിൽ 5 ഏകദേശം 1:15 ഉച്ചയ്ക്ക് 1:15. അപ്പോൾ ഇവിടെ മറ്റ് പല സോഫ്റ്റ്വെയറുകൾ നോക്കിയാൽ നമുക്കറിയാം, ഇന്നത്തെ മാന്തി സ്ഫുടം എന്ന് പറയുന്നത് കർക്കിടക രാശിയിൽ 10 ഡിഗ്രി 18 മിനിറ്റായിട്ട് വരും. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുക, മാന്തി സ്ഫുടം വന്നിരിക്കുന്നത് ഇവിടെ രാശിയുടെ ഇടതുവശത്ത് വലതുവശത്ത് ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങളുടെ ലിസ്റ്റ് കാണാം. അതിൽ കേതുവിന് ശേഷം മാന്തി സ്ഫുടം കാണിച്ചിരിക്കുന്നത് 3 ഡിഗ്രി ക്യാൻസറിൽ, അതായത് കർക്കിടകത്തിൽ 3 ഡിഗ്രിയും 24 മിനിറ്റും ആയിട്ടാണ്. അത് നിങ്ങൾക്ക് പ്രിഫറൻസിൽ പോയാൽ ഉപഗ്രഹ കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അവിടെ ഗുളിക റൈസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സാറ്റേൺസ് പോർഷൻ, മാന്തി റൈസസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ സാറ്റേൺസ് പോർഷൻ. അതിപ്പോൾ ഇവിടെ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചത് എന്നനുസരിച്ചിട്ടാണ് നമുക്കവിടെ സ്ഫുടങ്ങൾ കാണിക്കുക. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മാന്തി റൈസസ് അറ്റ് ദ മിഡിൽ ഓഫ് സാറ്റേൺസ് പോർഷൻ എന്നാണ്. അപ്പോൾ ഇത് നമ്മളവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, ഈ സെറ്റിങ്സിൽ ഇങ്ങനെ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. മാന്തിയുടെ റൈസിങ് സാറ്റേൺസ് പോർഷൻ്റെ മിഡിലാവണം. അത് നിങ്ങൾ നോക്കി വെച്ച് ഉറപ്പ് വരുത്തുക അങ്ങനെയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സ്ഫുടമാണ് കർക്കിടക രാശിയിൽ 3 ഡിഗ്രി 24 മിനിറ്റ്. അപ്പോൾ നമുക്കിത് അറിയാം, ശരിയല്ല, ഏകദേശം 6-7 ഡിഗ്രിയോളം വ്യത്യാസം ഉണ്ട്. 3 ഡിഗ്രി 10 മൂന്നാമത്തെ രാശിയിൽ 10ാമത്തെ ഡിഗ്രി വരെ പോകണം. അതായത് കർക്കിടക രാശിയിൽ 10 ഡിഗ്രി 18 മിനിറ്റ് വരെ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 6 ഡിഗ്രി 53-54 മിനിറ്റ് വരെയൊക്കെ കുറവാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്പെഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഞാൻ ഈ രാശിയിൽ മാന്തി അടയാളപ്പെടുത്തിയിട്ടില്ല, അവയെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്, കാരണം സ്ഫുടം തെറ്റായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ സ്പെഷ്യൽ പോയിന്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സ്പെഷ്യൽ പോയിൻ്റ് ചേർത്ത് കൊടുക്കാനുള്ള ഒരു ടൂളാണ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് സ്ഫുടങ്ങളെ കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ടോ സബ്സ്ട്രാക്ട് ചെയ്തിട്ടോ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ ചേർക്കാം. അപ്പോൾ അത് ഒരു പോയിൻ്റ് നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാനുള്ള ഒരു ടൂളുണ്ട്. അത് തൽക്കാലം നമ്മൾ മാന്തിയുടെ സ്ഫുടത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള മാന്തി സ്ഫുടത്തോട് കൂടിയിട്ട് തന്നെ എപ്പോഴും രാശിയിലും വർഗ്ഗചക്രങ്ങളിലൊക്കെ അവയെ കാണാം, മാന്തിയെ കാണാം എന്നുള്ള ഒരു ഗുണമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇൻ ചാർട്ട് ഷോ എ സ്പെഷ്യൽ പോയിൻ്റ് നെയിംഡ് മാന്തി എന്ന് കൊടുത്തു. മാന്തിനാണല്ലോ നമ്മൾ സ്പെഷ്യൽ പോയിൻ്റായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മാന്തി എന്ന് കൊടുത്തു. അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് MD, ക്യാപിറ്റൽ ലെറ്റർ MD എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏകദേശം 6 ഡിഗ്രി 54 മിനിറ്റാണ് നമ്മൾക്ക് അത് വ്യത്യാസം കാണുന്നത്. അപ്പോൾ നമ്മളവിടെ ഡിഗ്രി 6 ഡിഗ്രി 54 മിനിറ്റ് 0 സെക്കൻഡ് എഹെഡ് ഓഫ് എന്ന് കൊടുത്തതിന് ശേഷം വേറെ എന്തെങ്കിലും ബിഹൈൻഡ് ആണെന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് എഹെഡ് എന്ന് കൊടുത്തിട്ട് പ്ലാനറ്റ് സെലക്ട് ചെയ്യുക. ആ പ്ലാനറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് കാണും, ഒരുപാട് ഗ്രഹങ്ങളുടെയും മറ്റുള്ള സ്ഫുടങ്ങളൊക്കെ കാണും. ഇവിടെ നമുക്ക് വേണ്ട മാന്തി സ്ഫുടം തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള മാന്തി സ്ഫുടത്തെക്കാളും 6 ഡിഗ്രി 54 മിനിറ്റ് മുമ്പിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ആ പ്ലാനറ്റിൽ മാന്തി സെലക്ട് ചെയ്തിട്ട് മുകളിൽ എഹെഡ് ഓഫ് 6 ഡിഗ്രി 54 മിനിറ്റ് എഹെഡ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓക്കെ അടിച്ചിട്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർക്കിടക രാശിയിൽ തന്നെ ഇവിടെ MD എന്ന സ്പെഷ്യൽ പോയിൻ്റ് വന്നത് കാണാം. ഇവിടെ MD എന്ന് നമ്മൾ സെറ്റിങ്സിൽ കൊടുത്തത് മാന്തിയുടെ സ്ഫുടത്തേക്കാൾ 6 ഡിഗ്രി 54 മിനിറ്റ് കൂടുതലായിട്ടാണ്. ഇനി നോക്കുക, ഇവിടെ ഗ്രഹങ്ങളുടെ വലതുവശത്ത് ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങളുടെ ലിസ്റ്റ് കൊടുത്തതിൽ താഴെ മന്തി എന്ന് അവിടെ 2 A ആണ് മുകളിലെ മാന്തിക്കുള്ളത്. ഇവിടെ ഒരു A മാത്രമേ ഉള്ളൂ ഈ മാന്തിക്ക്. അപ്പം നമ്മളവിടെ എന്ത് ചെയ്തു, അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കർക്കിടക രാശിയിൽ 10 ഡിഗ്രി 18 മിനിറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലുള്ള മാന്തിയും ഗുളികനെ ഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ബോഡീസ് ഷോൺ എന്നുള്ള എടുക്കുക, മാന്തിയും ഗുളികനും ഹൈഡ് ചെയ്യുക. അതിൽ വേറെ 1-2 ഉണ്ട്, അതിനെല്ലാം നമ്മൾ ഹൈഡ് ചെയ്യുകയാണ്. ഇന്ദുലഗ്നം ഭൃഗുബിന്ദു ഹൈഡ് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്രയാണ് എന്താ
9 ഗ്രഹങ്ങൾ ലഗ്നസ്ഫുടം, മാന്തിസ്ഫുടം, കർക്കിടക രാശിയിൽ 10 ഡിഗ്രി 18 മിനിറ്റ് എന്ന് വന്നു. ഇപ്പോൾ നമ്മൾക്ക് മറ്റുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലുള്ള പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, മാന്തിസ്ഫുടം ഉണ്ടായിട്ട് വരിക. വർഗ്ഗചക്രങ്ങളിലും വളരെ കൃത്യമായിട്ട് തന്നെ ആ സ്ഫുടത്തിനനുസരിച്ച് ഇവിടെ മാന്തി എന്ത് ചെയ്യും, അംശിക്കും. അപ്പോൾ ഇതാണ് ഒരു എളുപ്പ വഴിയുള്ളത് ജഗന്നാഥഹോരയിലെ മാന്തിസ്ഫുടം ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഏത് ദിവസത്തെ വേണമെങ്കിലും. നിങ്ങളെ ജനനത്തീയതിയിൽ ഇപ്പോൾ ഇതിൽ മാന്തിസ്ഫുടം കാണിക്കുന്ന വ്യത്യാസമായിരിക്കും. അപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ ജനനത്തീയതി എടുക്കുക, എന്നിട്ട് ആ വ്യത്യാസം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അവിടെ യഥാർത്ഥത്തിലുള്ള മാന്തിസ്ഫുടത്തോട് ആ വ്യത്യാസത്തിലാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ശരിപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ അറിവുകളുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.